Hi friends, നമ്മൾ SCRTയിലെ ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചു വരുന്നത്. നമ്മൾ കെമിസ്ട്രിയിൽ വരുന്ന ടോപ്പിക്കായ രാസമാറ്റങ്ങൾ ഭൗതിക മാറ്റങ്ങൾ ആ ഒരു ടോപ്പിക്കിൽ വരുന്ന രണ്ട് ചാപ്റ്റർ ആണുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ 6ാം ക്ലാസ്സിലെ മാറ്റത്തിന്റെ പൊരുൾ, രണ്ടാമത്തെ ചാപ്റ്ററായ മാറ്റത്തിന്റെ പൊരുളാണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആണ് രാസമാറ്റങ്ങൾ. 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആണ് രാസമാറ്റങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. എങ്കിലും ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നെ പഠിച്ചു പോവുക. കാരണം നമുക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ സിലബസിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം രാസമാറ്റങ്ങൾ. ഈ രാസമാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഭൗതിക മാറ്റങ്ങളും രാസമാറ്റങ്ങളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ഭൗതിക മാറ്റം എന്നുള്ളതും എന്താണ് രാസമാറ്റം എന്നുള്ളതും അല്ലെ. അപ്പൊ എന്താണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്? ഭൗതിക മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു താൽക്കാലികമായ മാറ്റമാണ് അല്ലെ. അതൊരു താൽക്കാലികമായ മാറ്റമാണ്. എന്നാൽ രാസമാറ്റം എന്ന് പറയുമ്പോൾ അതൊരു എന്താണ്? സ്ഥിരമായ മാറ്റമാണ്. രാസമാറ്റം എന്ന് പറയുമ്പോൾ അതൊരു സ്ഥിരമായ മാറ്റമാണ്. ഒരു പുതിയ വസ്തുവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ജലം നീരാവിയാകുന്നു എന്ന് പറയുമ്പോൾ നോക്കാം. ഇപ്പൊ ജലം നീരാവിയാകുന്നു, അത് ഏത് മാറ്റമാണ്? ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ? അത് ഭൗതിക മാറ്റമാണ് അല്ലെ. ജലം നീരാവിയാകുന്നു എന്ന് പറയുന്നത് ഭൗതിക മാറ്റമാണ്. ഇനി വിറക് കത്തുന്നു എന്ന് പറയുന്നത് എന്താണ്? അത് രാസമാറ്റമാണ്. വിറക് കത്തുന്നു എന്ന് പറയുന്നത് രാസമാറ്റമാണ്. ഇരുമ്പ് തുരുമ്പിക്കുന്നു, അതും എന്ത് തന്നെയാണ്? രാസമാറ്റം തന്നെയാണ്. ഇരുമ്പ് തുരുമ്പിക്കുന്നു എന്നതും രാസമാറ്റമാണ്. മെഴുക് ഉരുകുന്നു എന്ന് പറയുന്നത് എന്താണ്? ഭൗതിക മാറ്റമാണ്. മെഴുകുരുകുന്നു എന്ന് പറയുന്നത് ഭൗതിക മാറ്റമാണ്. പടക്കം പൊട്ടുന്നു, പടക്കം പൊട്ടുക എന്ന് പറയുന്നത് എന്താണ്? അതൊരു രാസമാറ്റമാണ്. പടക്കം പൊട്ടുക എന്ന് പറയുന്നത് രാസമാറ്റമാണ്. വിറക് വെട്ടുന്നു എന്ന് പറയുന്നത് എന്താണ്? ഭൗതിക മാറ്റമാണ്. വിറക് വെട്ടുന്നു എന്ന് പറയുന്നത് ഭൗതിക മാറ്റമാണ്. ഭൗതിക മാറ്റത്തിൽ എന്ത് ചെയ്യുക? വസ്തുക്കൾ നമുക്ക് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും. അതാണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അതൊന്ന് ഓർത്ത് വെക്കാം. ജലം നീരാവിയാകുന്നു, മെഴുകുരുകുന്നു, വിറക് വെട്ടുന്നു. ഇതാണ് ഇതിൽ ഭൗതിക മാറ്റം വരുന്നത്. ഇനി രാസമാറ്റം എന്ന് പറയുമ്പോൾ വിറക് കത്തുന്നു, ഇരുമ്പ് തുരുമ്പിക്കുന്നു, അതുപോലെ തന്നെ പടക്കം പൊട്ടുന്നു. ഓക്കെ. ഇനി ഇവിടെ പറയുന്നത് ഭൗതിക മാറ്റം എന്താണ്, രാസമാറ്റം എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഭൗതിക മാറ്റത്തിൽ എന്ത് ചെയ്യുന്നു? പദാർത്ഥങ്ങളിലെ തന്മാത്രാ ക്രമീകരണം വ്യത്യാസപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഭൗതിക മാറ്റത്തിൽ എന്താണ് നടക്കുന്നത്? തന്മാത്രാ ക്രമീകരണത്തിൽ വ്യത്യാസം ഉണ്ടാവുക മാത്രമാണ് ചെയ്യുന്നത്. ഇതൊരു എന്താണ്? താൽക്കാലിക മാറ്റമാണ്. ഈ ഭൗതിക മാറ്റം എന്ന് പറയുന്നത് താൽക്കാലിക മാറ്റമാണ്. എന്നാൽ രാസമാറ്റത്തിൽ പദാർത്ഥം പൂർണ്ണമായിട്ടും പുതിയൊരു പദാർത്ഥമായിട്ട് മാറുന്നു. അപ്പൊ രാസമാറ്റം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അവിടെ ഒരു പുതിയ പദാർത്ഥമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. അവിടെ എന്തുണ്ടാവുന്നുണ്ട്? പുതിയ തന്മാത്രകൾ ഉണ്ടാവുന്നുണ്ട്. ഇതൊരു സ്ഥിരമാറ്റമാണ്. ഓക്കെ. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെയൊക്കെ തരാം. എന്താ? പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്ന മാറ്റമാണ് എന്ത്? ഭൗതിക മാറ്റം. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ ഭൗതിക മാറ്റം എന്ന് പറയുമ്പോൾ അതിൽ എന്ത് മാത്രമേ നടക്കുന്നുള്ളൂ? തന്മാത്രയിലെ ക്രമീകരണത്തിൽ വ്യത്യാസം ഉണ്ടാവുക മാത്രമാണ് ചെയ്യുന്നത്. തന്മാത്രാ ക്രമീകരണം വ്യത്യാസപ്പെടുന്നതാണ് മാത്രം ചെയ്യുന്നത്. എന്നാൽ രാസമാറ്റമാകുമ്പോൾ അവിടെ എന്ത് ഉണ്ടാവുന്നുണ്ട്? പുതിയ പദാർത്ഥം ഉണ്ടാവുന്നുണ്ട്, പുതിയ തന്മാത്രകൾ ഉണ്ടാവുന്നുണ്ട്. അതൊരു സ്ഥിരമാറ്റമാണ്. സ്ഥിരമാറ്റമാണ്. ഓക്കെ. അപ്പൊ ആ ബോക്സിലും ആ കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഭൗതിക മാറ്റത്തിൽ തന്മാത്രാ ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത്. അതിനാൽ ഇതിനെ പഴയ അവസ്ഥയിലേക്ക് എളുപ്പം മാറ്റാൻ കഴിയും. എന്നാൽ രാസമാറ്റത്തിൽ പുതിയ തന്മാത്രകൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഏത് മാറ്റത്തെയാണ് നമുക്ക് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റുന്നത്? അത് ഭൗതിക മാറ്റത്തിലെ വസ്തുക്കളെയാണ് അല്ലെ. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചു തന്നെയാണ്. ഓക്കെ. ഇനി ഓർത്തു വയ്ക്കും. ഇനി ഇവിടെ ജസ്റ്റ് ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. നമ്മൾ ഒരു 2 ബീക്കറിലായിട്ട് ജലം എടുത്തിട്ടുണ്ട്. ആ ജലത്തിൽ ഒരു ജലത്തിൽ എന്ത് ചെയ്യുന്നു? സോഡിയം ഇടുന്നു. അപ്പൊ ജലവും സോഡിയവും തമ്മിൽ എന്തുണ്ടാവുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. ജലവും സോഡിയവും തമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വാതകം പുറത്തു വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് ജലവും സോഡിയവും തമ്മിൽ തീവ്രമായിട്ട് പ്രവർത്തിച്ചിട്ട് ഒരു വാതകം പുറത്തു വരുന്നുണ്ട്. ഏത് വാതകമാണ്? ഹൈഡ്രജൻ വാതകമാണ്. ഏത് വാതകമാണ് പുറത്തു വരുന്നത്? ഹൈഡ്രജൻ വാതകമാണ്. അപ്പം എന്ത് ചെയ്യുന്നു? എന്നിട്ട് ആ ഒരു ഫിനോക്തലിൽ ഒഴിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന്റെ നിറം മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പം സോഡിയം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ആൽക്കലിയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ സോഡിയം എന്ത് ചെയ്യുന്നുണ്ട്? ജലവുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓർത്തു വെക്കണേ, സോഡിയം ജലവുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഉണ്ടാകുന്നത് എന്താണ്? ഒരു ആൽക്കലിയാണ്. ഏതാണ് ആൽക്കലി? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അവിടെ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അപ്പൊ സോഡിയം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ആൽക്കലിയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. സോഡിയം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ ജലവുമായി തീവ്രമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകവും ആൽക്കലിയും ഉണ്ടാകുന്നു.
ഓക്കെ, ഓർത്തു വെക്കുക. സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങള് ജലവുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാവുന്നുണ്ട്? ആൽക്കലി ഉണ്ടാവുന്നുണ്ട്, ഹൈഡ്രജൻ വാതകവും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇവിടെ ജസ്റ്റ് അഭികാരങ്ങൾ എന്താണ്, ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണ് അഭികാരകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അഭികാരകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവർത്തിക്കുന്നത്, അതായത് സോഡിയം ജലം, അതാണ് അഭികാരങ്ങൾ വരിക. ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രവർത്തനം കഴിഞ്ഞുണ്ടാവുന്നതാണ്. അത് എന്തൊക്കെയായിരിക്കാം? ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡും പിന്നെ ഹൈഡ്രജൻ വാതകവുമാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത്, പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. മഗ്നീഷ്യം വായുവിൽ കത്തുന്ന പ്രവർത്തനത്തിൽ താപവും പ്രകാശവും ഉണ്ടാകുന്നുണ്ട്. അല്ലെ, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ മഗ്നീഷ്യം വായുവിൽ കത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ഉണ്ടാവുന്നുണ്ട്? താപം ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ പ്രകാശവും ഉണ്ടാവുന്നുണ്ട്. താപം ഉണ്ടാവുന്നുണ്ട്, പ്രകാശവും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് താപരാസപ്രവർത്തനങ്ങള്, പ്രകാശരാസപ്രവർത്തനങ്ങള്, വൈദ്യരാസപ്രവർത്തനങ്ങൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് താപരാസപ്രവർത്തനങ്ങളാണ്. എന്താണ് താപരാസപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? താപം ആഗിരണം ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? താപരാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് താപരാസപ്രവർത്തനങ്ങൾ? സിമ്പിൾ ആണ്. ഒന്നുകില്ലെങ്കിൽ താപം ആഗിരണം ചെയ്യുന്ന ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ താപം പുറത്തുവിടുന്ന ഒരു പ്രവർത്തനം, അതാണ് താപരാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ താപം പുറത്തുവിടുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ താപമോചക പ്രവർത്തനങ്ങൾ എന്ന് പറയും, എക്സോതേർമിക് റിയാക്ഷൻ എന്ന് പറയും. അത് മുന്നോട്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ ആദ്യം നമുക്കൊരു എക്സാമ്പിൾ, ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു പരീക്ഷണം ഓർത്ത് വെക്കുക. നമ്മൾ മഗ്നീഷ്യം എടുക്കുന്നു, അതിലേക്ക് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ചേർക്കുന്നത്. മഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു ലോഹമാണ്, അതിനകത്ത് നമ്മൾ എന്താണ്? ആസിഡ് ആണ് ചേർക്കുന്നത്. അപ്പൊ മഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പോൾ എന്ത് വരുന്നുണ്ട്? ഒരു വാതകം പുറത്തു വരുന്നുണ്ട്. ആ വാതകം ഏതായിരിക്കും? അത് ഹൈഡ്രജൻ ആണ്. പുറത്തു വരുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ഒരു ലോഹം അതുപോലെ തന്നെ ഒരു ആസിഡ്, അത് തമ്മിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പുറത്തു വരുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഇനി നോക്കിയേ, ടെസ്റ്റ് ട്യൂബിന്റെ അടിഭാഗം സ്പർശിച്ചു നോക്കൂ. അപ്പൊ എന്താണ് നമുക്ക് അനുഭവപ്പെടുന്നത്? അപ്പൊ അവിടെ നമുക്ക് ചെറിയൊരു ചൂട് അനുഭവപ്പെടും. ഓക്കെ, അപ്പൊ മഗ്നീഷ്യം എടുത്തിട്ട് അതിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന വാതകം ഹൈഡ്രജൻ ആണ്. അതിന്റെ അടിഭാഗം സ്പർശിച്ചു നോക്കിയാൽ നമുക്ക് ചൂട് അനുഭവപ്പെടും. ആ ചൂടിന് കാരണം എന്താണ്? താപം പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ടെസ്റ്റ് ട്യൂബ് ചൂടാകാൻ കാരണം എന്താണ്? താപം പുറത്തു വരുന്നതാണ്. ഉൽപ്പന്നത്തോടൊപ്പം എന്തുണ്ടാവുന്നുണ്ട്? താപം കൂടി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അവിടെ ആ ഒരു പ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതിയിട്ടുണ്ട്. എന്താണ് പ്രവർത്തനത്തിന്റെ സമവാക്യം എന്ന് നോക്കാം. മഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ പ്ലസ് താപം. ഓക്കെ, അപ്പൊ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ വാതകം പ്ലസ് താപം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതെന്താണ്? ഇത് താപമോചക രാസപ്രവർത്തനത്തിനുള്ള എക്സാമ്പിൾ ആണ്. താപമോചക രാസപ്രവർത്തനത്തിനുള്ള എക്സാമ്പിൾ ആണ്. ഒരു ലോഹവും ഒരു ആസിഡും തമ്മിൽ പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ താപം എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തു വരുന്നുണ്ട്. താപം പുറത്തു വരുന്നുണ്ട്. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് തമ്മിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ താപവും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു പരീക്ഷണം തന്നിരിക്കുന്നത് പൊട്ടാസ്യം പെർമാഗ്നേറ്റിന്റെ കാര്യമാണ്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് തരികൾ എടുക്കുക, എന്നിട്ട് അതൊരു ടെസ്റ്റ് ട്യൂബിൽ ഇടുന്നു. ടെസ്റ്റ് ട്യൂബ് എന്നിട്ട് എന്തെന്ന്? ചൂടാക്കുന്നു. ടെസ്റ്റ് ട്യൂബ് ചൂടാക്കുന്നു. ആ ഒരു സമയത്ത് നമ്മൾ ഒരു എരിയുന്ന ചന്ദനത്തിരി, കത്തുന്നതല്ലേ, എരിയുന്ന ഒരു ചന്ദനത്തിരി ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗത്ത് കൊണ്ടുവരിക. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ചന്ദനത്തിരി കത്താൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ചന്ദനത്തിരി എന്ത് ചെയ്യും? ആളി കത്താൻ തുടങ്ങും. അപ്പം കത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു വാതകം അവിടെ വരുന്നുണ്ട്. അത് ഏതായിരിക്കും? ഓക്സിജൻ ആണ്, അല്ലെ? ഓക്സിജൻ ആണ്. അപ്പൊ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് താപത്തെ ആഗിരണം ചെയ്യുമ്പോൾ, അപ്പൊ താപം ചൂടാക്കുക എന്ന് പറയുമ്പോൾ താപം ആഗിരണം ചെയ്യുകയാണ്. അപ്പൊ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് താപത്തെ ആഗിരണം ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്? ഓക്സിജൻ വാതകം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ താഴെ കൊടുത്തിട്ടുണ്ട് എന്താണ്? പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ചൂടാക്കുമ്പോൾ അത് വിഘടിച്ചിട്ട് പൊട്ടാസ്യം മാംഗനേറ്റ്, മാംഗനീസ് ഡൈ ഓക്സൈഡ്, ഓക്സിജൻ എന്നിവ ഉണ്ടാകുന്നു. കൃത്യമായിട്ട് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് പ്ലസ് താപം, എന്താണ് കിട്ടുന്നത്? പൊട്ടാസ്യം മാംഗനേറ്റ്, മാംഗനീസ് ഡൈ ഓക്സൈഡ്, ഓക്സിജൻ. ഓക്കെ,
അപ്പം ഇതില് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്താണ്? താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനമാണ്. താപ ആഗിരണ രാസപ്രവർത്തനമാണ്. ഓർത്ത് വെക്കണം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് താപത്തെ ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആഗിരണം ചെയ്തതിനു ശേഷം ഉണ്ടാകുന്ന വാതകമാണ് ഓക്സിജൻ. ഓക്കെ, കൂടെ ഉണ്ടാകുന്ന എന്തൊക്കെയാണ്? പൊട്ടാസ്യം മാംഗനേറ്റ്, മാംഗനീസ് ഡയോക്സൈഡ്, പൊട്ടാസ്യം മാംഗനേറ്റ്, മാംഗനീസ് ഡയോക്സൈഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുത്തിട്ട് താപരാസപ്രവർത്തനങ്ങളിൽ വരുന്ന എക്സാമ്പിൾസ് കൃത്യമായിട്ട് എഴുതി വെക്കണം കേട്ടോ. അപ്പൊ ഓരോ രാസപ്രവർത്തനത്തിലും ഇതിൽ കുറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എഴുതി വെക്കാം. നമുക്ക് ഏതാണ് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വെക്കാം. ഇനി ഇവിടെ നോക്കിയേ, ഒരു എക്സാമ്പിൾ കൂടെ കൊടുത്തിട്ടുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ ആൽക്കലി ആണ്. അതിന്റെ ഒരു ഗാഢ ലായനി ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു നോക്കാൻ പറയുന്നുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു നോക്കാൻ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ടെസ്റ്റ് ട്യൂബ് ചൂടാവുകയാണോ തണുക്കുകയാണോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ചെയ്യുക? താപം എന്ത് ചെയ്യുക? പുറത്തു വരികയാണ് ചെയ്യുക. താപം പുറത്തു വരികയാണ് ചെയ്യുക. അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡും അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ താപം ജലവും താപമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ താപം പുറത്തു വരികയാണ് ചെയ്യുന്നത്. ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിക്കുന്ന രാസപ്രവർത്തനം എന്താണ്? താപമോചക രാസപ്രവർത്തനമാണ്. താപമോചക രാസപ്രവർത്തനമാണ്. ഓക്കെ, അപ്പൊ താപമോചകത്തിന് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ലോഹവും ആസിഡും തമ്മിൽ പ്രവർത്തിച്ചു, മാഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ താപം പുറത്തു വരുന്നുണ്ട്. ഇനി ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാലും താപം പുറത്തു വരുന്നുണ്ട്. ഇനി താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തന എക്സാമ്പിൾ ഏതായിരുന്നു പറഞ്ഞത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് താപത്തെ ആഗിരണം ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറുന്നു? ഓക്സിജൻ വാതകം ഉണ്ടാവുന്നുണ്ട്. പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡൈ ഓക്സൈഡും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വെക്കുക. അവിടെ നോക്കിയേ, സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള നിർവിരീകരണ പ്രവർത്തനം. ഇതിനെന്താ പറയാ? നിർവീരീകരണ പ്രവർത്തനം എന്നാണ് പറയാ. ഒരു ആൽക്കലിയും എന്താണ് ആസിഡും തമ്മിലുള്ള പ്രവർത്തനം നിർവീരീകരണ പ്രവർത്തനമാണ്. ഇത് ഏതുതരം രാസപ്രവർത്തനമാണ്? താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനമാണ്. താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനമാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം പഠിച്ചു വന്ന കാര്യങ്ങൾ ഇവിടെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ എന്ത് പറയുന്നു? താപമോചക പ്രവർത്തനങ്ങൾ, എക്സോതെർമിക് റിയാക്ഷൻ. താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ താപമോചക പ്രവർത്തനങ്ങൾ എന്നും, താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ താപ ആഗിരണ പ്രവർത്തനങ്ങൾ, എൻഡോതെർമിക് റിയാക്ഷൻസ് എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ രണ്ടുപേരും ഓർത്തു വെക്കുക. താപമോചക രാസപ്രവർത്തനം, എക്സോതെർമിക് റിയാക്ഷൻസ് എന്താണ്? താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ എക്സോതെർമിക് റിയാക്ഷൻസ് എന്നും, താപം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എൻഡോതെർമിക് റിയാക്ഷൻസ്, അതായത് താപ ആഗിരണ പ്രവർത്തനങ്ങൾ എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഭൗതിക മാറ്റം, എന്താണ് രാസമാറ്റം എന്ന് പഠിച്ചു. അതുപോലെ തന്നെ താപരാസപ്രവർത്തനങ്ങളും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നേരെ പ്രകാശ രാസപ്രവർത്തനങ്ങളിലേക്കാണ് വരുന്നത്. പ്രകാശ രാസപ്രവർത്തനങ്ങൾ. പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർത്താൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് എന്താ? പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. എവിടെയാണ്? പ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. പ്രകാശത്തെ ആഗിരണം ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്, അല്ലെ? ഓക്കെ, അതിന്റെ പ്രവർത്തന സമവാക്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജലം, കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് പ്രകാശം, ഇത് മൂന്നും കൂടെ പ്രവർത്തിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാവുന്നത്. ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാവുന്നത്. ഓക്കെ, 6H2O plus 6CO2 പ്ലസ് പ്രകാശം ആണ് ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാവുന്നത്. ഓക്കെ, ആ ഒരു പ്രവർത്തന സമവാക്യം ഓർത്തു വെക്കുക. അപ്പം പ്രകാശ സംശ്ലേഷണം ഒരു പ്രകാശ രാസപ്രവർത്തനമാണ്. ഇങ്ങനെ ഉണ്ടാവുന്ന ഗ്ലൂക്കോസ് ആണ് സസ്യങ്ങൾ അന്നജം മറ്റുമായിട്ട് സംഭരിക്കുന്നത്. അപ്പൊ ഗ്ലൂക്കോസ് നേരിട്ടാണോ സസ്യങ്ങൾ സംഭരിക്കുന്നത്? അല്ല, അവ അന്നജമായിട്ട് മാറ്റിയിട്ടാണ് സംഭരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രകാശ രാസപ്രവർത്തനമാണ്. പ്രകാശ രാസപ്രവർത്തനമാണ്. അതിന്റെ പ്രവർത്തന സമവാക്യം കൂടെ ഓർത്തു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ജസ്റ്റ് ഒരു ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണത്. ഇമ്പോർട്ടന്റ് ആയ കാര്യം ഒന്ന് ഓർത്തു വെക്കുക. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ഹരിത സസ്യങ്ങൾ അത്യാവശ്യമാണല്ലോ. പ്രകൃതിയിലെ ആഹാര നിർമ്മാണശാലകളാണ് ഇലകൾ. ഒക്കെ നമുക്ക് അറിയാവുന്ന തന്നെയാണ്. സസ്യങ്ങളിലെ ഹരിതകണങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ ഗ്ലൂക്കോസ് ആണ് അന്നജമായിട്ട് മാറി ഇലകളിലും പഴങ്ങളിലും കിഴങ്ങുകളിലും ഒക്കെ സംഭരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ അന്നജം എവിടെയൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്? ഇലകളിലുണ്ട്, പഴങ്ങളിലുണ്ട്, കിഴങ്ങിലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ ഹരിത സസ്യങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഓക്കെ, അപ്പൊ നമ്മൾ പ്രകാശ രാസപ്രവർത്തനത്തില് പ്രകാശം ആഗിരണം ചെയ്യുന്ന ഒരു രാസപ്രവർത്തനത്തിന് എക്സാമ്പിൾ പറഞ്ഞു. ഇനി പ്രകാശം പുറത്തു വിടുന്നതിന് വേണ്ടേ? അതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ ഈ ഒരു മിന്നാമിനുങ്ങ്. ഓക്കെ, അപ്പൊ മിന്നാമിനുങ്ങിന്റെ ശരീരത്തിൽ എന്താണ് രാസപ്രവർത്തനം നടക്കുന്നത് നമുക്ക് നോക്കാം.
മിന്നാമിനുങ്ങിന്റെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ ഫലമായാണ് പ്രകാശോർജം പുറത്തു വരുന്നത്. മിന്നാമിനുങ്ങിന്റെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശോർജം പുറത്തുവിടുന്നത്. മിന്നാമിനുങ്ങിന്റെ ശരീരത്തിലെ ലൂസിഫറേസ് എന്ന എൻസൈമിന്റെ സാന്നിധ്യത്തിൽ ലൂസിഫറിൻ ഓക്സിജനുമായി ചേർന്ന് ഓക്സി ലൂസിഫറിൻ ഉണ്ടാകുമ്പോഴാണ് പ്രകാശോർജം ഉത്സർജിക്കുന്നത്. എന്താണ്? മിന്നാമിനുങ്ങിന്റെ ശരീരത്തിലെ ലൂസിഫറൈസ് എന്ന എൻസൈമിന്റെ സാന്നിധ്യത്തിൽ ലൂസിഫറിൻ ഓക്സിജനുമായിട്ട് ചേർന്ന് ഓക്സി ലൂസിഫറിൻ ഉണ്ടാകുമ്പോഴാണ് പ്രകാശോർജം ഉത്സർജിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ബയോലൂമിനിസെൻസ്. ഓക്കെ, അപ്പം പ്രകാശോർജം ഉത്സർജിക്കുന്ന ഒരു പ്രതിഭാസമാണ് മിന്നാമിനുങ്ങിന്റെ ശരീരത്തിൽ നടക്കുന്ന ബയോലൂമിനിസെൻസ്. എന്താണ് ബയോലൂമിനിസെൻസ്? മിന്നാമിനുങ്ങിന്റെ ശരീരത്തിലെ ലൂസിഫറൈസ് എന്ന എൻസൈമിന്റെ സാന്നിധ്യത്തിൽ ലൂസിഫറിൻ ഓക്സിജനുമായിട്ട് ചേർന്ന് ഓക്സി ലൂസിഫറിൻ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശോർജം ഉത്സർജിക്കുന്നത്. ഈ ഒരു പ്രോസസ് ആണ് ബയോലൂമിനിസെൻസ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രതിഭാസത്തിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രവർത്തന ഫലമായി ഉത്സർജിക്കപ്പെടുന്ന ഊർജത്തിന്റെ 95% എന്ത് തന്നെയാണ്? പ്രകാശോർജമാണ്. അതായത് താപം ഉണ്ടാവുന്നില്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ 95% പ്രകാശോർജമാണ്. അതുകൊണ്ടാണ് മിന്നാമിനുങ്ങ് മിന്നുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടാത്ത. അപ്പൊ മിന്നാമിനുങ്ങ് മിന്നുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നില്ല. ഈ ഒരു പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് ശരിയാണ്, അല്ലെ? ചൂട് അനുഭവപ്പെടുന്നില്ല, കാരണം അവിടെ താപം ചെറിയ രീതിയിൽ ഉണ്ടാവുന്നില്ല. 95% എന്ത് തന്നെയാണ്? പ്രകാശോർജം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രകാശ രാസപ്രവർത്തനത്തിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഒരു എക്സാമ്പിളും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു ഈർപ്പമില്ലാത്ത ഒരു 2 വാച്ച് ഗ്ലാസ് എടുത്തിട്ട് ഒരു സിൽവർ ബ്രോമൈഡ് വെക്കുന്നുണ്ട്. സിൽവർ ബ്രോമൈഡ് ഇടുക. എന്നിട്ട് ഒന്ന് എന്ത് ചെയ്യുന്നു? ഒരു കറുത്ത കടലാസ് കൊണ്ട് പൊതിയുന്നുണ്ട്, മറ്റൊന്ന് സൂര്യപ്രകാശത്തിൽ നേരിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ സിൽവർ ബ്രോമൈഡ് എന്ത് ചെയ്യും? സൂര്യപ്രകാശത്തിൽ നേരിട്ട് വെച്ചത് എന്ത് ചെയ്യും? അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും, അല്ലെ? അപ്പൊ എന്താണ് നിരീക്ഷിച്ചത്? ഏത് വാച്ച് ഗ്ലാസ്സിലെ സിൽവർ ബ്രോമൈഡിന്റെ നിറമാണ് മാറിയത്? അതായത് നമ്മൾ കറുത്ത കടലാസ് കൊണ്ട് പൊതിഞ്ഞത് എന്ത് ചെയ്യുന്നില്ല? നിറം മാറുന്നൊന്നുമില്ല. എന്നാൽ നമ്മൾ തുറന്നു വെച്ച സിൽവർ ബ്രോമൈഡിന്റെ നിറം എന്ത് ചെയ്യും? മാറും. ഇവിടെ ഏത് ഊർജ്ജ രൂപമാണ്? നമ്മുടെ പ്രകാശോർജ്ജമാണ്. ഊർജ്ജ രൂപമാണ് ഇവിടെ രാസമാറ്റത്തിന് കാരണമായത്. പ്രകാശോർജ്ജമാണ്. ഓക്കെ, അപ്പൊ പ്രകാശോർജ്ജം എന്ത് ചെയ്യും? പ്രകാശോർജ്ജം ആഗിരണം ചെയ്തുകൊണ്ട് ഈ സിൽവർ ബ്രോമൈഡ് എന്ത് ചെയ്യുന്നു? വിഘടിക്കുന്നു. അപ്പൊ പ്രകാശോർജ്ജം ആഗിരണം ചെയ്ത് അതിന്റെ ഫലമായിട്ട് സിൽവർ ബ്രോമൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? വിഘടിക്കുന്നുണ്ട്. അപ്പൊ രാസമാറ്റത്തിന് വിധേയമാകുന്നുണ്ട്. അപ്പൊ സിൽവർ ബ്രോമൈഡ് എന്ത് ചെയ്യുന്നു? പ്രകാശവുമായിട്ട് രാസപ്രവർത്തനത്തിന് വിധേയമാകുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഓർത്തു വെക്കാം. നമുക്കറിയാം നമ്മുടെ ചില മരുന്ന് കുപ്പികൾ അതുപോലെ തന്നെ രാസവസ്തുക്കളൊക്കെ നമുക്ക് ഇരുണ്ട കുപ്പികളിലാണ് തരുന്നത്, അല്ലെ? അപ്പൊ ചില മരുന്നുകൾ, രാസവസ്തുക്കൾ എന്നിവ ഇരുണ്ട കുപ്പികളിൽ തരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അത് എന്ത് ചെയ്യും? പ്രകാശവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇരുണ്ട കുപ്പികളിലാവുമ്പോൾ എന്ത് ചെയ്യില്ല? ആ ഒരു രാസപ്രവർത്തനം നടക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് ചില മരുന്നുകൾ അതുപോലെ തന്നെ രാസവസ്തുക്കൾ എന്നിവ എന്ത് ചെയ്യുന്നത്? ഇരുണ്ട കുപ്പികളിൽ തരുന്നത്. ഓക്കെ, ഇനി പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ എന്താണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ? പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞത് താപരാസപ്രവർത്തനങ്ങൾ എന്താണെന്ന് പറഞ്ഞു, പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്താണെന്ന് പറഞ്ഞു. പ്രകാശ രാസപ്രവർത്തനങ്ങളുടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് പ്രകാശം ആഗിരണം ചെയ്യുന്നതിനുള്ള എക്സാമ്പിൾ ആയിരുന്നു ഏതൊക്കെ? ഒന്ന് പ്രകാശ സംശ്ലേഷണം, പിന്നെ സിൽവർ ബ്രോമൈഡിന്റെ കാര്യം, ചില മരുന്നുകൾ, അതുപോലെ തന്നെ രാസവസ്തുക്കൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? പ്രകാശത്തെ ആഗിരണം ചെയ്തിട്ട് രാസപ്രവർത്തനം നടക്കുന്നതാണ്. ഇനി ബയോലൂമിനിസെൻസ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു മിന്നാമിനുങ്ങിന്റെ ശരീരത്തിലെ പ്രതിഭാസമാണ്. അതെന്താണ്? പ്രകാശം ഉത്സർജിക്കപ്പെടുന്ന പ്രതിഭാസമാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൈദ്യുത രാസപ്രവർത്തനങ്ങളാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ എന്തായിരിക്കും വൈദ്യുത രാസപ്രവർത്തനങ്ങൾ? വൈദ്യുതി ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ജസ്റ്റ് ഒരു പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കോപ്പർ സൾഫേറ്റ് കോപ്പർ സൾഫേറ്റിനെ നേർപ്പിച്ചിട്ട് ലായനി കൊടുത്തിട്ടുണ്ട്, കാർബൺ ദണ്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ ഒരു കോപ്പർ സൾഫേറ്റ് ലായനി കോപ്പർ സൾഫേറ്റ് ലായനിയിലെ കാർബൺ ദണ്ടുകൾ വെറുതെ വെച്ചിരുന്നതിന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചു. അപ്പൊ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒന്നും സംഭവിക്കില്ല, അല്ലെ? ഒന്നും സംഭവിക്കില്ല. എന്നാൽ നമ്മൾ ഇവിടെ ഒരു സർക്യൂട്ട് ഒക്കെ കൊടുത്തു, അതിനകത്ത് ഒരു വൈദ്യുതി, സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറം മാറും. എന്തുകൊണ്ടാണ് നിറം മാറുന്നത്? അപ്പൊ ഇതിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഈ കോപ്പർ സൾഫേറ്റ് ലായനി വിഘടിക്കും. എന്ത് ചെയ്യും? എന്നിട്ട് ഈ ഒരു കാർബൺ ദണ്ടുകളിലേക്ക് ആര് പോവും? കോപ്പർ പോവും. ഇപ്പൊ കാർബൺ ദണ്ടിലേക്ക് ആര് പോവും? കോപ്പർ നിക്ഷേപിക്കപ്പെടും.
നിക്ഷേപിക്കപ്പെടും. ഓക്കെ, അപ്പൊ കോപ്പർ സൾഫേറ്റ് ലായനിക്കുണ്ടായ നിറം മാറ്റവും ഈ കാർബൺ തണ്ടിൽ കോപ്പർ നിക്ഷേപിക്കപ്പെട്ടതും എന്താണ്? ലായനിക്ക് രാസമാറ്റം സംഭവിച്ചു എന്നതിന്റെ തെളിവല്ലേ? ലായനിക്ക് അവിടെ രാസമാറ്റം സംഭവിച്ചു. എന്തുകൊണ്ടാണ്? വൈദ്യുതിയെ ഈ ലായനി ആഗിരണം ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? വൈദ്യുതി ആഗിരണം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ കോപ്പർ സൾഫേറ്റ് വിഘടിക്കുന്നു. ഈ കോപ്പർ കാർബൺ തണ്ടിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഏത് ഊർജ്ജ രൂപമാണ് ഇവിടെ രാസമാറ്റത്തിന് കാരണമായത്? വൈദ്യോർജ്ജമാണ്. ഈ ഊർജ്ജം ആഗിരണം ചെയ്യുകയാണോ പുറത്തുവിടുകയാണോ ചെയ്ത? ഈ ഊർജ്ജം ആഗിരണം ചെയ്യുകയാണ് ചെയ്തത് അല്ലെ? അപ്പൊ വൈദ്യോർജ്ജം ആഗിരണം ചെയ്ത് കോപ്പർ സൾഫേറ്റ് എന്ത് ചെയ്യുന്നു? വിഘടിക്കുന്നു. ഓക്കെ, കോപ്പർ സൾഫേറ്റ് വിഘടിക്കുന്നു. അപ്പം ഇതെന്താണ്? വൈദ്യുത രാസപ്രവർത്തനത്തിലുള്ള ഒരു എക്സാമ്പിൾ ആണ് അല്ലെ? അപ്പൊ ഒരു കോപ്പർ സൾഫേറ്റ് ലായനിയും അതിനകത്ത് കാർബൺ തണ്ട് ഇട്ട് വൈദ്യുതി പ്രവഹിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കോപ്പർ സൾഫേറ്റ് ലായനി വിഘടിച്ച് കാർബൺ തണ്ടിലേക്ക് കോപ്പർ നിക്ഷേപിക്കപ്പെടും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനത്തെ നമ്മൾ എന്ത് പറയും? വൈദ്യുത വിശ്ലേഷണം എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ് വൈദ്യുത വിശ്ലേഷണം? വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനത്തെ നമ്മൾ എന്ത് പറയും? വൈദ്യുത വിശ്ലേഷണം എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബോക്സിലുള്ള കാര്യമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വരും, ഇതൊക്കെ വരും. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നു. അപ്പൊ വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പ്രോസസ്സും ഇതിനകത്ത് ഇലക്ട്രോലൈറ്റ് ഏതാ? വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥം ഏതാണ്? കോപ്പർ സൾഫേറ്റ് ആണ് അല്ലെ? കോപ്പർ സൾഫേറ്റ്. അപ്പൊ ഇവിടെ ഏതാണ് ഇലക്ട്രോലൈറ്റ്? കോപ്പർ സൾഫേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് എന്നിവയൊക്കെ എന്താണ്? ഇലക്ട്രോലൈറ്റുകളാണ്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ഓർത്ത് വെച്ചേക്കുക. സോഡിയം ക്ലോറൈഡ് അല്ലെ? നമ്മൾ കോപ്പർ സൾഫേറ്റ്, സോഡിയം ക്ലോറൈഡ് ഉപ്പ്, അപ്പൊ കോപ്പർ സൾഫേറ്റ്, പിന്നെ സിൽവർ നൈട്രേറ്റ്, ഇതൊക്കെ എന്താണ്? ഇലക്ട്രോലൈറ്റുകളാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, ആസിഡുകള്, ആൽക്കലികള്, ലവണങ്ങൾ തുടങ്ങിയവയെല്ലാം ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനിയിലും ഇലക്ട്രോലൈറ്റുകളാണ്. ഓക്കെ, അപ്പൊ ആസിഡുകളും ആൽക്കലികളും ലവണങ്ങളും ഒക്കെ എന്താണ്? ഉരുകിയ അവസ്ഥയിലും അതുപോലെ തന്നെ ജലീയ ലായനികളിലും എന്താണ്? ഇലക്ട്രോലൈറ്റുകളാണ്. എന്താണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്? വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോഡുകൾ എന്താണെന്ന് പറയുന്നുണ്ട്. ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ഡുകളെ നമ്മൾ ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നു. ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നു. അപ്പൊ ഇതിനകത്ത് ഇലക്ട്രോഡ് ഏതാണ്? കാർബൺ ദണ്ടാണ്. അപ്പൊ കാർബൺ ദണ്ട് എന്താണ്? ഇലക്ട്രോഡാണ്. കോപ്പർ സൾഫേറ്റ് എന്താണ്? ഇലക്ട്രോലൈറ്റുകളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വൈദ്യുത രാസപ്രവർത്തനത്തിന്റെ ഒരു എക്സാമ്പിൾ, വൈദ്യുതി ആഗിരണം ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ ഇലക്ട്രോലൈറ്റുകൾ എന്താണ്, ഇലക്ട്രോഡുകൾ എന്താണ്, അതുപോലെ തന്നെ വൈദ്യുത വിശ്ലേഷണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്രവർത്തനം നോക്കിയേ. ഇവിടെ എന്താ ഉള്ളത്? സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് രണ്ട് ലോഹങ്ങളുണ്ട്, കോപ്പർ ഉണ്ട്, അതുപോലെ തന്നെ സിങ്കും ഉണ്ട്. കോപ്പറും ഉണ്ട്, സിങ്കും ഉണ്ട്. അപ്പൊ ഇത് തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്? ഇവിടെ നോക്കിയേ, LED കത്തുന്നത് കണ്ടോ? അപ്പൊ ഇവിടെ LED എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശിക്കുന്നുണ്ട്. കാരണം ഇവിടെ വൈദ്യുതി ഉണ്ടാകുന്നുണ്ട്, വൈദ്യുതിയെ പുറത്തു വിടുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ആസിഡും അതിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ലോഹങ്ങളും തമ്മിലുള്ള രാസപ്രവർത്തന ഫലമായിട്ട് ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്? വൈദ്യുതി ഉണ്ടാവുന്നുണ്ട്. രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാകുന്ന ഇത്തരം സംവിധാനങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? വൈദ്യുത രാസസെല്ലുകൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പം രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാകുന്ന ഇത്തരം സംവിധാനങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? വൈദ്യുത രാസസെല്ലുകൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ വൈദ്യുതി ഉണ്ടാകാൻ വേണ്ടിയിട്ട് രണ്ട് ലോഹം, കോപ്പറും സിങ്കും, അതുപോലെ തന്നെ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡും കോപ്പറും സിങ്കും തമ്മിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നുണ്ട്? വൈദ്യുതി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ,
പിന്നെ ജസ്റ്റ് ചെറുനാരങ്ങ കൊണ്ട് ഒരു ബാറ്ററി, ഇപ്പൊ പറഞ്ഞ ആ ഒരു കാര്യം, ചെറുനാരങ്ങയിൽ എന്ത് വരുന്നുണ്ട്, ഒരു ആസിഡ് വരുന്നുണ്ട് അല്ലെ, ഒരു ആസിഡ് വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇവിടെ പിന്നെ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ലോഹങ്ങളാണ് വരുന്നത്. ഓരോന്നിലും ഓരോ ചെമ്പ് കമ്പി, അതുപോലെ തന്നെ സിങ്ക് തകിടും, ചെമ്പ് കമ്പിയും സിങ്ക് തകിടും വീതം കുത്തി വെക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്നിലെയും ചെമ്പ് കമ്പി അടുത്തതിന്റെ സിങ്ക് തകിടുമായിട്ട് ബന്ധിപ്പിക്കുക. ഒരറ്റത്തിലെ നാരങ്ങയിലെ സിങ്കും മറ്റേ അറ്റത്തെ നാരങ്ങയിലെ കോപ്പറും ഒരു ചാലക കമ്പി വഴി LED-യുമായിട്ട് ബന്ധിപ്പിക്കും. അപ്പൊ ആ LED എന്ത് ചെയ്യും, പ്രകാശിക്കും, അല്ലെ ആ LED പ്രകാശിക്കും, കാരണം അവിടെ വൈദ്യുതി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് വൈദ്യുത രാസപ്രവർത്തനം? രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് പറയുന്നു, വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു, വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, ഇനി എന്താണ് വൈദ്യുത ലേപനം? വൈദ്യുത ലേപനം നമുക്കറിയാം, ഇലക്ട്രോപ്ലേറ്റിംഗ്. എന്താണ് വൈദ്യുത ലേപനം? വൈദ്യുത രാസപ്രവർത്തനമാണ്, ഇതൊരു എന്താണ്, വൈദ്യുത രാസപ്രവർത്തനമാണ് വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ലോഹവസ്തുക്കളില് മറ്റ് ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്നു. അപ്പൊ ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വൈദ്യുതി ഉപയോഗിച്ചിട്ട് ലോഹവസ്തുക്കളില് മറ്റ് ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കളില് മറ്റ് ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നത് വൈദ്യുത ലേപനം എന്ന് പറയുന്നു. ഇതൊരു വൈദ്യുത രാസപ്രവർത്തനമാണ്, വൈദ്യുത രാസപ്രവർത്തനമാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഇരുമ്പ് വള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു വെള്ളി ദണ്ഡാണ്. പിന്നെ ഇവിടെ ലായനി ശ്രദ്ധിക്കുക, വെള്ളി ദണ്ഡ് എടുക്കുമ്പോൾ ലായനി എടുക്കുന്നത് എന്താണ്, സിൽവർ സയനൈഡ് ആണ്. സിൽവർ സയനൈഡിന്റെയും സോഡിയം സയനൈഡിന്റെയും മിശ്രിതമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇതിനുള്ളിൽ വൈദ്യുതി കടത്തിവിടുമ്പോൾ എന്ത് ചെയ്യുന്നു, വെള്ളിത്തകിടും ഇരുമ്പ് വളയും ബാറ്ററിയുമായി ചിത്രത്തിൽ കാണുന്ന പോലെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇരുമ്പ് വളയിൽ എന്ത് ചെയ്യും, വെള്ളി ലോഹത്തിന്റെ നേർത്ത പാളി ആവരണം ചെയ്യപ്പെടും. അപ്പൊ വെള്ളി ലോഹത്തിന്റെ നേർത്ത പാളി എന്ത് ചെയ്യും, ആവരണം ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോസസ്സ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഇതിലൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ വെള്ളി എന്ത് ചെയ്യും, ഈ ഒരു ഇരുമ്പ് വളയിൽ വെള്ളി ലോഹത്തിന്റെ നേർത്തൊരു പാളി ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഇവിടെ വെള്ളിക്ക് പകരം കോപ്പർ ആണ് പൂശേണ്ടതെങ്കിൽ ഇവിടെ നോക്കണം, ലായനി ശ്രദ്ധിക്കണം, ലായനി മാറ്റണം. എന്താക്കണം, കോപ്പർ സൾഫേറ്റ് ലായനി എടുക്കണം. അതുപോലെ തന്നെ വെള്ളിക്ക് പകരം കോപ്പർ തകിടുമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ ദണ്ഡ് എന്ത് ചെയ്യണം, കോപ്പർ തകിടാക്കണം. ഇവിടെ ലായനി എന്താക്കണം, കോപ്പർ സൾഫേറ്റ് ആക്കണം. ഓർക്കണേ, അത് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. അപ്പൊ ഇരുമ്പ് വളയിൽ വെള്ളിയാണ് പൂശേണ്ടതെങ്കിൽ നമ്മൾ എടുക്കേണ്ടതുണ്ട് വെള്ളി ദണ്ഡാണ്. അതുപോലെ തന്നെ ലായനി എന്താണ്, സിൽവർ സയനൈഡിന്റെയും സോഡിയം സയനൈഡിന്റെയും മിശ്രിതമാണ്. എന്നാൽ നമുക്ക് ഈ ഇരുമ്പ് വളയിൽ കോപ്പർ ആണ് പൂശേണ്ടതെങ്കിൽ ഇവിടെ എടുക്കേണ്ടത് എന്താണ്, കോപ്പർ തകിടാണ്. ലായനിയും മാറ്റണം. ലായനി എന്തായിരിക്കണം, കോപ്പർ സൾഫേറ്റ് ലായനി ആയിരിക്കണം. ഓക്കെ, അപ്പൊ രാസപ്രവർത്തനങ്ങളിൽ താപം, പ്രകാശം, വൈദ്യുതി എന്നീ ഊർജ്ജ രൂപങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഊർജ്ജം ആഗിരണം ചെയ്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങളുണ്ട്, ഊർജ്ജം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളുണ്ട് അല്ലെ. ഓക്കെ, അപ്പം ഇതിന് എന്ത് പറയുന്നു, ഊർജ്ജം ആഗിരണം ചെയ്യുന്നവയെ ഊർജാഗിരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു, എൻഡോജനിക് റിയാക്ഷൻസ് എന്ന് പറയുന്നുണ്ട്. ഊർജ്ജം പുറത്തുവിടുന്ന പ്രവർത്തനങ്ങളെ ഊർജ്ജമോചക പ്രവർത്തനങ്ങൾ, എക്സോജനിക് റിയാക്ഷൻസ് എന്ന് പറയുന്നു. ഊർജ്ജമോചക പ്രവർത്തനങ്ങൾ എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ ഊർജാഗിരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഊർജ്ജം ആഗിരണം ചെയ്യുന്നവയാണ്. ഊർജ്ജമോചക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഊർജ്ജം പുറത്തുവിടുന്ന പ്രവർത്തനങ്ങളെയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചൊരു രാസമാറ്റമാണ് കൊടുത്തിരിക്കുന്നത്, മാഗ്നീഷ്യം ലോഹം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള പ്രവർത്തനം. അപ്പൊ അതെന്തായിരുന്നു, താപമോചകമായിരുന്നോ താപം ആഗിരണം ചെയ്യുന്നതായിരുന്നോ? അത് താപോർജ്ജം പുറത്തുവിടുന്നതാണ് അല്ലെ, താപമോചക രാസപ്രവർത്തനമായിരുന്നു. ഇനി താപം ആഗിരണം ചെയ്യുന്നതിനുള്ള എക്സാമ്പിൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് അല്ലെ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ചൂടാക്കുന്ന എന്താണ്, ഒരു താപരാസപ്രവർത്തനമാണ്. അത് താപം ആഗിരണം ചെയ്യുന്ന ഒരു രാസപ്രവർത്തനമാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. താപം ആഗിരണം ചെയ്തിട്ടുണ്ടാകുന്ന വാതകം ഏതായിരുന്നു, ഓക്സിജൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കാനുള്ളതാണ് സെല്ലുകളെ കുറിച്ച്. അപ്പൊ ഇതെല്ലാ എക്സാമിനും ചോദിച്ചതാണ്, LDC-കാർക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് സെല്ലുകൾ. ഓക്കെ, അപ്പൊ വ്യാപകമായി ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകളാണ് എന്ത് പറയുന്നത്, സെല്ലുകൾ എന്ന് പറയുന്നത്. വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകളാണ് സെല്ലുകൾ. രാസപ്രവർത്തനങ്ങൾ വഴിയാണ് ഇവയിൽ എന്തുണ്ടാകുന്നത്, വൈദ്യുതി ഉണ്ടാകുന്നത്. രാസപ്രവർത്തനങ്ങൾ വഴിയാണ് ഇവയിൽ വൈദ്യുതി ഉണ്ടാകുന്നത്. അപ്പൊ വിവിധതരം സെല്ലുകളും അവ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഓർത്തു വെക്കുക. ഡ്രൈ സെല്ല് നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, റേഡിയോകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ. റേഡിയോകള്, ക്യാമറകള്, ക്ലോക്കുകള്, കളിപ്പാട്ടങ്ങൾ. നമ്മൾ ഉപയോഗിക്കുന്ന സെൽ ഏതാണ്, ഡ്രൈ സെല്ലാണ്. റേഡിയോകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ ഡ്രൈ സെല്ലാണ്. ഓക്കെ,
ദെൻ മെർക്കുറി സെല്ല്. മെർക്കുറി സെൽ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ സെൽ അല്ലേ, അപ്പൊ ഇതാണ് മെർക്കുറി സെല്ല്. അപ്പൊ ഇത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? വാച്ചുകള്, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വാച്ചുകള്, കാൽക്കുലേറ്ററുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മെർക്കുറി സെൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും വീണ്ടും നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ, അത് വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇനി വരുന്ന നിക്കൽ കാഡ്മിയം സെല്ല്. നിക്കൽ കാഡ്മിയം സെല്ല് ഇതെന്താണ്? റീചാർജ് ചെയ്യാവുന്ന ടോർച്ച്, അതുപോലെ തന്നെ ക്യാമറകൾ, ഇവിടെയൊക്കെ വരുന്ന ഇതാണ് നിക്കൽ കാഡ്മിയം സെല്ലാണ്. ഇത് നമുക്ക് വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ നമുക്ക് എന്തായാലും അറിയാവുന്നതാണ് ലിഥിയം അയോൺ സെല്ല്. നമ്മുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഇതിലൊക്കെ ഏതാ വരുന്നത്? ലിഥിയം അയോൺ സെല്ലാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററികൾ ഏതൊക്കെയാണ്, സെല്ല് ഏതൊക്കെയാണ്? നിക്കൽ കാഡ്മിയം സെല്ല്, അതുപോലെ തന്നെ ലിഥിയം അയൺ സെല്ല് നമുക്ക് വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റും. എന്നാൽ ഡ്രൈ സെല്ല്, മെർക്കുറി സെല്ല് നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഓക്കെ. അപ്പോൾ ഉപകരണങ്ങളൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ഇപ്പോൾ മൊബൈൽ ഫോണിൽ, ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന സെല്ല് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറയണം ഏതാണ്? ലിഥിയം അയോൺ സെല്ലാണ്. റീചാർജ് ചെയ്യാവുന്ന ടോർച്ചിൽ ഉപയോഗിക്കുന്ന ഏതാണ്? നിക്കൽ കാഡ്മിയം സെല്ലാണ്. നിക്കൽ കാഡ്മിയം സെല്ലാണ്. വാച്ചുകളിലും കാൽക്കുലേറ്ററിലൊക്കെ ഉപയോഗിച്ചത് മെർക്കുറി സെല്ലാണ്. മെർക്കുറി സെല്ലാണ്. റേഡിയോകളിലൊക്കെ ഉപയോഗിച്ചത് ഡ്രൈ സെല്ലാണ്. ഡ്രൈ സെല്ലാണ്. ഓക്കെ. അപ്പൊ ഇനി ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ ഒരു അയോണുകളെ കുറിച്ചും കൂടെ പറയുന്നുണ്ട്. അപ്പൊ ലവണങ്ങളുടെയും ആസിഡുകളുടെയും ആൽക്കലികളുടെയും ലായനികളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളും നെഗറ്റീവ് ചാർജുള്ള കണങ്ങളും ഉണ്ട്. അപ്പൊ ഇവ വൈദ്യുത രാസപ്രവർത്തനത്തിൽ ഇവ എന്താണ് ചെയ്യുന്നത്? ഇവ യഥാക്രമം, അതായത് പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ എങ്ങോട്ട് പോകും? നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക്. പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കും, അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ എങ്ങോട്ട് പോകും? പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കും ആകർഷിക്കപ്പെടും. ഓക്കെ. അതായത് പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കും, നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കും ആകർഷിക്കപ്പെടും. അപ്പൊ ഈ കണങ്ങളെയാണ് നമ്മൾ അയോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കണങ്ങളെയാണ് നമ്മൾ അയോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും കുറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നോക്കിയേ, ഈ Na+, Na എന്ന് എഴുതി കഴിഞ്ഞാൽ അത് എന്താവുന്നില്ല? അയോൺ ആവുന്നില്ല. Na+ എന്ന് എഴുതി കഴിഞ്ഞാലാണ് അതൊരു അയോൺ ആയിട്ട് മാറുന്നത്. ഓക്കെ. അപ്പൊ അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, Na, സോഡിയം എടുത്തു. സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺ എത്രയാണ്? ഒരു ഇലക്ട്രോൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഒരു ഇലക്ട്രോൺ ആവുമ്പം അവക്ക് എന്താണ്, ആ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനാണോ താല്പര്യം കാണിക്കുക, അല്ലെങ്കിൽ അതിന്റെ സ്ഥിരത വരണമെങ്കിൽ 7 ഇലക്ട്രോൺ ഇങ്ങോട്ട് കിട്ടണം അല്ലെ. അപ്പം ഏതായിരിക്കും? അത് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ വിട്ടുകൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ചാർജ് ആണ് ഈ പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ വിട്ടുകൊടുക്കുമ്പോൾ കിട്ടുന്ന ചാർജ് ആണ് പോസിറ്റീവ് ചാർജ്. അതുകൊണ്ടാണ് Na+ എന്നാവുന്നത്. അപ്പൊ സോഡിയം എന്ന് പറയുമ്പോൾ Na+, ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പോൾ അത് Na+ ആയിട്ട് മാറും. അതപ്പോ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് അയോൺ ആയിരിക്കും. ഈ പോസിറ്റീവ് അയോണുകളെ നമ്മൾ പറയുന്ന മറ്റൊരു പേരുണ്ട്, എന്താ? കാറ്റയോൺ എന്ന് പറയും. നെഗറ്റീവ് അയോണിനെ നമ്മൾ ആനയോൺ എന്ന് പറയും. അതൊക്കെ നമുക്ക് മുന്നോട്ടുള്ള ചാപ്റ്റേഴ്സിൽ പഠിക്കാം. അപ്പൊ പോസിറ്റീവ് അയോൺ എന്ന് പറയുമ്പോൾ അത് കാറ്റയോൺ ആണ്, നെഗറ്റീവ് അയോൺ എന്ന് പറയുമ്പോൾ ആനയോൺ ആണ്. അപ്പൊ പോസിറ്റീവ് അയോണിലെ എക്സാമ്പിൾ ആണ് സോഡിയം, അതുപോലെ തന്നെ പൊട്ടാസ്യം, സിങ്ക്, മാഗ്നീഷ്യം, കാൽസ്യം, കോപ്പർ, ഇതൊക്കെ എന്താണ്? പോസിറ്റീവ് അയോൺ ആണ്. അപ്പൊ സോഡിയം വരുന്നു, പൊട്ടാസ്യം, സിങ്ക് ആൻഡ് മാഗ്നീഷ്യം. സോഡിയം, സിങ്ക്, മാഗ്നീഷ്യം, കാൽസ്യം, കോപ്പർ, ഇതൊക്കെ എന്താണ്? പോസിറ്റീവ് അയോണുകളാണ്. ഇനി നെഗറ്റീവ് അയോൺ എന്ന് പറയുമ്പോൾ ക്ലോറൈഡ് നോക്കിയേ. ക്ലോറൈഡില് ക്ലോറൈഡിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് അല്ലെ, ക്ലോറിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരിക? 7 ഇലക്ട്രോൺ ആണ് വരിക. അപ്പൊ അത് വിട്ടുകൊടുക്കല്ലോ ചെയ്യുക, സ്വീകരിക്കുകയാണ്. ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുകയാണ് ചെയ്യുക. അപ്പൊ സ്വീകരിക്കുമ്പോൾ അവർക്ക് എന്തായിരിക്കും ചാർജ്? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ക്ലോറൈഡ്, Cl, കാർബണേറ്റ്, സൾഫേറ്റ്, നൈട്രേറ്റ്, ഓക്സൈഡ്, ബൈകാർബണേറ്റ്, ഇതൊക്കെ എന്തായിരിക്കും? നെഗറ്റീവ് അയോൺ ആണ്. അപ്പൊ ക്ലോറൈഡ്, കാർബണേറ്റ്, സൾഫേറ്റ്, നൈട്രേറ്റ്, ഓക്സൈഡ്, ബൈകാർബണേറ്റ്, ഇതൊക്കെ എന്താണ്? നെഗറ്റീവ് അയോണുകളാണ്. അപ്പൊ അതും കൂടെ അവിടെ ഓർത്ത് വെക്കാം. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ പ്രവർത്തനത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ. ഇവിടെ നോക്കിയേ, കാൽസ്യം കാർബണേറ്റ് താപം ആഗിരണം ചെയ്യുന്ന ഒരു രാസപ്രവർത്തനമാണ്. കാൽസ്യം കാർബണേറ്റ് പ്ലസ് താപം എന്തായിട്ട് മാറുന്നു? കാൽസ്യം ഓക്സൈഡും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുന്നു. ഇനി കാൽസ്യം ഓക്സൈഡ് പ്ലസ് ജലം, കാൽസ്യം ഓക്സൈഡും ജലവും തമ്മിൽ പ്രവർത്തിച്ച് എന്തുണ്ടാവുന്നുണ്ട്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്, താപവും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഓരോ പ്രവർത്തനത്തിലെയും അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും എഴുതാം. അപ്പൊ ആദ്യത്തെ പ്രവർത്തനത്തിൽ അഭികാരങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? കാൽസ്യം കാർബണേറ്റ് അല്ലെ, കാൽസ്യം കാർബണേറ്റ് ആണ് അഭികാരങ്ങൾ വരുന്നത്. ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമാണ് വരുന്നത്. രണ്ടാമത്തതില് അഭികാരങ്ങൾ എന്ന് പറയുമ്പോൾ കാൽസ്യം ഓക്സൈഡും ജലവുമാണ്. അതിലുണ്ടാകുന്ന ഉൽപ്പന്നം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇതിൽ താപ ആഗിരണ രാസപ്രവർത്തനം എന്ന് പറയുന്നത് ഏതാണ്? ആദ്യത്തെ രാസപ്രവർത്തനം താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനമാണ്. രണ്ടാമത്തെ രാസപ്രവർത്തനം താപമോചക രാസപ്രവർത്തനമാണ്. ഓക്കെ. ഇനി ചില രാസപ്രവർത്തനങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയിലെ ഊർജ്ജമാറ്റം കണ്ടെത്തി ഏതുതരം രാസപ്രവർത്തനം ഏതാണെന്നാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ. അപ്പൊ മെഴുകുതിരി കത്തുന്നു.
മെഴുകുതിരി കത്തുന്നു എന്ന് പറയുമ്പോൾ മെഴുകുതിരി കത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏതൊക്കെയാണ്? പ്രകാശം ഉണ്ടാവുന്നുണ്ട്, താപം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത് എന്തായിരിക്കാം? പ്രകാശ രാസപ്രവർത്തനത്തിലും പറയാം, നമുക്ക് താപ രാസപ്രവർത്തനത്തിലും പറയാൻ പറ്റും. ഇനി മിന്നാമിനുങ്ങ് മിന്നുന്നത് എന്താണ്? അതൊരു പ്രകാശ രാസപ്രവർത്തനമാണ്. മിന്നാമിനുങ്ങ് മിന്നുന്നു എന്നുള്ളത് ഒരു പ്രകാശ രാസപ്രവർത്തനമാണ്. ചെമ്പുവള സ്വർണം പൂശുന്നത്, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? വൈദ്യുതിയാണ്. അപ്പൊ അതൊരു വൈദ്യുത രാസപ്രവർത്തനമാണ്. ചെമ്പുവള സ്വർണം പൂശുന്നത് വൈദ്യുത രാസപ്രവർത്തനമാണ്. ഇനി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും സൾഫ്യൂരിക് ആസിഡും തമ്മിലുള്ള രാസപ്രവർത്തനം. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും സൾഫ്യൂരിക് ആസിഡും തമ്മിലുള്ള രാസപ്രവർത്തനം. ഇത് എന്താണ്? ഒരു ആൽക്കലിയും ആസിഡ് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് എന്താണ്? താപ രാസപ്രവർത്തനമാണ്. താപം പുറത്തു വിടും. താപമോചക രാസപ്രവർത്തനമാണ്. താപരാസപ്രവർത്തനമാണ്. ഇനി ഇന്ധനങ്ങൾ കത്തുന്നു. ഇന്ധനങ്ങൾ കത്തുമ്പോൾ നമ്മൾ പ്രകാശം ഉണ്ടാവുന്നുണ്ട്, താപം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ താപരാസപ്രവർത്തനമായിട്ട് നമുക്ക് പറയാം, പ്രകാശ രാസപ്രവർത്തനമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ നമ്മൾ എന്താണ് രാസമാറ്റങ്ങൾ ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിന് കീഴിൽ വരുന്ന 2 SCERT ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ടോപ്പിക് വൈസ് ക്ലാസ് വേണമെങ്കിൽ ഇതിന്റെ ക്ലാസ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, അതും കൂടെ പോയി കാണുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടോപ്പിക് സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വരുന്നത് ആറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതിലൊരു SCERT 3 ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പൊ നമുക്കത് അടുത്ത ക്ലാസ്സുകളിലായിട്ട് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.